പ്രതിപക്ഷാംഗത്തിന്റെ ഉയരക്കുറവിനെതിരെ മുഖ്യമന്ത്രിയുടെ ബോഡി ഷെയ്മിംഗ്. 8.25 അടി വെച്ചതുപോലെ ആണ് പ്രതിപക്ഷാംഗത്തിന്റെ നടപടി. അത്രയും ഉയരം മാത്രമുള്ള ആളാണ് വാച്ച് ആൻഡ് വാർഡിനെ ആക്രമിക്കാൻ പോയത് എന്നും ശരീരശേഷി വെച്ച് അതിന് കഴിയില്ല എന്നുമായിരുന്നു മുഖ്യമന്ത്രിയുടെ പരിഹാസം. എൻ്റെ നാട്ടിലൊരു വർത്തമാനമുണ്ട്, 8.25 അടി വെച്ച പോലെയെന്ന്. അത്രയും ഉയരം മാത്രമുള്ള ഒരാളാണ് ഇവിടെ വലിയ തോതിൽ പോയിട്ട് ആക്രമിക്കാൻ പുറപ്പെടുന്നത്. സ്വന്തം ശരീരശേഷി കൊണ്ടല്ലത്, സ്വന്തം ശരീരശേഷി അതിനൊന്നും പറ്റുന്നതല്ല എന്ന് കാണുമ്പോൾ എല്ലാവർക്കും അറിയാം. പക്ഷേ നിയമസഭയുടെ പരിരക്ഷ വെച്ചുകൊണ്ട് വാച്ച് ആൻഡ് വാർഡിനെ ആക്രമിക്കാൻ പോവുകയാണ്. അതും വനിതാ വാച്ച് ആൻഡ് വാർഡിനെ അടക്കം ആക്രമിക്കാൻ തയ്യാറാകുന്ന നില സ്വീകരിക്കുകയാണ്. സർ, ഇതെല്ലാം അപമാനകരമല്ലേ? ഇപ്പോൾ നജീബ് കാന്തപുരം MLA ഉണ്ട്. ശ്രീ നജീബ് കാന്തപുരം, ഏറ്റവും ഒടുവിൽ മുഖ്യമന്ത്രി ചോദിക്കുന്നുണ്ട് ഇതൊക്കെ അപമാനകരമല്ലേ എന്ന്. അതിലേറെ അപമാനകരമാണ് കമ്മ്യൂണിസ്റ്റുകാരനായ ഒരു മുഖ്യമന്ത്രി, കേരളത്തിന്റെ മുഖ്യമന്ത്രി ഒരു വ്യക്തിയുടെ ഉയരക്കുറവിനെ പരിഹസിക്കുന്നത്. അതിപ്പോൾ നിയമസഭയിലെ ഒരു അംഗം ആകണമെന്നില്ല, കേരളത്തിലെ ഏതൊരു പൗരനെയുമാണ് അദ്ദേഹം ഇങ്ങനെ പരാമർശിക്കുന്നത് എങ്കിൽ പോലും അത് അങ്ങേയറ്റം ലജ്ജാകരമല്ലേ? ഹലോ, ശ്രീ നജീബ് കാന്തപുരം, കേൾക്കാം. അതെ, അല്ല, അതിലേറ്റവും രസകരമായ കാര്യം മുഖ്യമന്ത്രിയെ പോലെ ഒരാൾ ഇത്രയേറെ വിറളി പിടിച്ചിരിക്കുന്നു എന്നത് ഞങ്ങൾ നടത്തുന്ന സമരം ഇത്ര ഉജ്ജ്വലമായ വിജയമായിരിക്കുന്നു എന്നതിനും മറ്റൊരു തെളിവ് ആവശ്യമില്ല. അപ്പോൾ ഇത്തരത്തിൽ നിലവിട്ട് സംസാരിക്കേണ്ട ഗതികേടിലേക്ക് മുഖ്യമന്ത്രി വന്നത് ഈ ശബരിമല വിഷയത്തിൽ ഇടതുപക്ഷത്തിനേറ്റ വലിയ അടിയുടെ ഭാഗമാണ്. ഈ അടിയിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയാത്തത് കൊണ്ടുള്ള വിറളി പിടിച്ച വർത്തമാനമായിട്ടേ പറയാൻ പറ്റും. ബഹുമാന്യനായ മുഖ്യമന്ത്രിയോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, അദ്ദേഹം ആരെ ഉദ്ദേശിച്ചാണ് അത് നടത്തിയതെങ്കിലും അദ്ദേഹത്തിന്റെ വീട്ടിലും ഉണ്ടല്ലോ ആളുകളൊക്കെ. അപ്പൊ അവർക്കൊക്കെ നല്ല ഉയരമുണ്ടോ എന്ന് ബഹുമാന്യനായ മുഖ്യമന്ത്രി പരിശോധിക്കുന്നത് നല്ലതാണ്. അങ്ങനെ ഒരു ബോഡി ഷെയ്മിങ് നമ്മളുടെ സംസ്കാരത്തിന് ചേർന്നതാണോ എന്ന് കേരള സമൂഹം അത് പരിശോധിക്കട്ടെ. ഉയരമുള്ളവരും ഉയരമില്ലാത്തവരും ഒക്കെ ചരിത്രം സൃഷ്ടിച്ച നാടല്ലേ നമ്മുടേത്. EM ശങ്കരൻ നമ്പൂതിരിപ്പാടിന് ഉയരമുണ്ടായിട്ടല്ലല്ലോ അദ്ദേഹം മുഖ്യമന്ത്രിയായത്. അതൊക്കെ ബഹുമാന്യനായ മുഖ്യമന്ത്രി മനസ്സിലാക്കുന്നത് നല്ലതാണ്. അദ്ദേഹത്തിന് വിറളി പിടിച്ചതും വെപ്രാളവും ഞങ്ങൾക്ക് തിരിച്ചറിയാനാവും എന്ന് മാത്രമേ പറയാറുള്ളൂ. തീർച്ചയായും പൊക്കമില്ലായ്മയാണ് എൻ്റെ പൊക്കം എന്ന് പറഞ്ഞ ഒരു മഹാ വ്യക്തിത്വത്തെയും അദ്ദേഹത്തിന്റെ വാക്കുകളെയും ഒക്കെ നമ്മൾ എവിടെയൊക്കെയോ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ശ്രീ നജീബ് കാന്തപുരം, ചിലപ്പോഴെങ്കിലും ഈ ഊരിപ്പിടിച്ച വാളുകൾക്കിടയിലൂടെയൊക്കെ ഞാൻ നടന്നു എന്ന് വീരവാദം മുഴക്കാറുണ്ടല്ലോ ഇത്തരം നേതാക്കളൊക്കെ. അങ്ങനെയുള്ള ഒരു നേതാവ് കൂടിയാണ് ഇപ്പോൾ ഈ സഭയിൽ നിന്നുകൊണ്ട് ഒരു പ്രതിഷേധമുണ്ടാകുമ്പോൾ ഒരു വ്യക്തിക്ക് ഉയരമുണ്ടായിരുന്നില്ല, ഇതൊന്നും അദ്ദേഹത്തിന് നിരക്കുന്നതല്ല, അപ്പോൾ ശരീരശേഷിയുള്ളവനെ പ്രതിഷേധിക്കാൻ പാടുള്ളൂ എന്നാണോ അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്? അദ്ദേഹത്തിന്റെ ജനാധിപത്യ വിരുദ്ധമായ, അദ്ദേഹത്തിന്റെ സംസ്കാരശൂന്യമായ ഒരു ശൈലിയുടെ മാത്രം ഭാഗമായിട്ടേ കാണാൻ പറ്റുള്ളൂ. VS അച്യുതാനന്ദനെതിരെ പോലും ഇത്തരം കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞതല്ലേ പലപ്പോഴും. അതുകൊണ്ട് ഞാൻ അതിനെ ആർക്കെതിരെയാണ് അദ്ദേഹം ഉദ്ദേശിച്ചതെന്ന് എനിക്കറിയില്ല. എന്തായാലും ഉദ്ദേശശുദ്ധി നല്ലതല്ല എന്ന് മാത്രമേ പറയാനുള്ളൂ. അതിനപ്പുറം ഇത് ഒരു മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്നുണ്ടാകുമ്പോൾ, ഒരു കമ്മ്യൂണിസ്റ്റുകാരന്റെ ഭാഗത്ത് നിന്നുണ്ടാകുമ്പോൾ അത് അങ്ങേയറ്റം ചോദ്യം ചെയ്യപ്പെടേണ്ടത് തന്നെയാണ്. കാരണം ഒരു മുഖ്യമന്ത്രി എന്നത് ഉയരക്കൂടുതലുള്ളവരുടേത് മാത്രമായ മുഖ്യമന്ത്രിയല്ല, കേരളത്തിലെ എല്ലാവരുടെയും മുഖ്യമന്ത്രിയല്ലേ? യെസ്, നജീബ് കാന്തപുരമാണ് ഇപ്പോൾ പ്രതികരിച്ചത്. VV അരുൺ കൂടിയുണ്ട്. അരുൺ, കമ്മ്യൂണിസ്റ്റുകാർ എന്നൊക്കെ പലപ്പോഴും വീരവാദം പറയുന്ന കമ്മ്യൂണിസ്റ്റുകാർ എല്ലാവരെയും സമഭാവനയോടെ തുല്യതയോടെയൊക്കെയാണ് കാണുന്നത് എന്ന് പറയുമ്പോൾ കമ്മ്യൂണിസ്റ്റുകാരനായ ഒരു മുഖ്യമന്ത്രിക്ക് നേരെയോ ആ മുഖ്യമന്ത്രിയുടെ ഭരണകൂടത്തിന് നേരെയൊക്കെ വിമർശനം ഉയരുമ്പോൾ പൊക്കമില്ലാത്തവരൊന്നും പ്രതിഷേധിക്കേണ്ടതില്ല, ആരോഗ്യം നോക്കിയിട്ട് പ്രതിഷേധിക്കാൻ നിന്നാൽ മതിയെന്നാണോ ഒരു മുഖ്യമന്ത്രി പറയേണ്ടത്? അത് അങ്ങേയറ്റം ലജ്ജാകരമാകുന്ന ബോഡി ഷെയ്മിംഗ് എന്ന് വളരെ കൃത്യമായി പറയാവുന്ന വാക്കുകൾ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് നിയമസഭയിൽ ഉണ്ടാകുന്നു. പലപ്പോഴും ഇത്തരം പരാമർശങ്ങളൊക്കെ നിയമസഭാ രേഖകളിൽ നിന്ന് നീക്കം ചെയ്യാറുണ്ടല്ലോ, അത് സ്പീക്കർ കേട്ടില്ലേ? തീർച്ചയായിട്ടും പ്രതിപക്ഷം ഇത് വലിയൊരു വിഷയമായി തന്നെ എടുത്തിരിക്കുന്നു. മുഖ്യമന്ത്രിയുടെ കൃത്യമായ ബോഡി ഷെയ്മിംഗ് ആണ്. ഇത് രേഖകളിൽ നിന്ന് മാറ്റാൻ ആവശ്യപ്പെട്ട് പ്രതിപക്ഷം വൈകാതെ സ്പീക്കർക്ക് കത്ത് നൽകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മുഖ്യമന്ത്രി ഈ പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ച ശേഷം നടത്തിയ
അവിടെ നമ്മൾ സംഘർഷങ്ങളെ പറ്റി വിശദീകരിക്കുമ്പോൾ അടുത്ത ഒരു പരാമർശം നടത്തിയത് ആദ്യം മാത്യു കുഴൽനാടനെ പരിഹസിച്ചുകൊണ്ട് സുപ്രീം കോടതിയിൽ നിരന്തരം പോയി പരാജയപ്പെടുന്നതാണെന്ന് പറഞ്ഞുകൊണ്ട് മാത്യു കുഴൽനാടനെ പരിഹസിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി തുടങ്ങിയത്. പിന്നീടാണ് തന്റെ നാട്ടിലെ നേരത്തെയും ഇത്തരത്തിലുള്ള നിരവധി വായ്മൊഴി വഴക്കങ്ങൾ നാട്ട് ശീലുകളൊക്കെ പറഞ്ഞിട്ടുള്ള ആളാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. തന്റെ നാട്ടിൽ നടക്കുന്ന പല പ്രയോഗങ്ങളും അദ്ദേഹം പലപ്പോഴായി ഇത്തരത്തിൽ ഉപയോഗിച്ചിരുന്നൊക്കെ ചങ്ങായി അടക്കമുള്ള മുഖ്യമന്ത്രിയുടെ നേരത്തെയുള്ള ഇത്തരം പരാമർശങ്ങളും ശ്രദ്ധേയമായിരുന്നു. പക്ഷെ അപ്പോഴൊക്കെ അതൊരു നാട്ടു ശീലുകൾ പറഞ്ഞതിനപ്പുറത്തേക്ക് കാണാൻ കഴിയില്ല. പക്ഷെ ഇതൊരു കൃത്യമായ ബോഡി ഷെയ്മിംഗ് ആണ്. ഇങ്ങനെയാണ് മുഖ്യമന്ത്രി പ്രതിപക്ഷത്തെ ഏതോ രംഗത്തിന്റെ ഉയരപ്പുറവിനെ പരിഹസിച്ച് പറഞ്ഞത്. എന്റെ നാട്ടിലൊരു വർത്തമാനമുണ്ട്, 8 മുക്കാൽ അട്ടി വെച്ചതുപോലെ എന്ന്. അത്രയും ഉയരം മാത്രമുള്ള ഒരാളാണ് ആക്രമിക്കാൻ പോയത്. സ്വന്തം ശരീരശേഷി മറ്റല്ല അത്. ശരീരശേഷി വെച്ച് അതിന് കഴിയുകയുമില്ല. നിയമസഭയുടെ പരിരക്ഷ വെച്ചുകൊണ്ട് വാച്ചാൻ വാർഡിനെ ആക്രമിക്കാൻ പോവുകയാണ്. വാച്ചാൻ വാർഡിനെ പ്രതിപക്ഷങ്ങൾ ആക്രമിക്കാൻ ശ്രമിച്ചതിനെയും ആക്രമിക്കാൻ പോയതിനെയും മുഖ്യമന്ത്രി സ്വാഭാവികമായി വിമർശിക്കാം. പക്ഷേ അവിടെ ആ വിമർശനത്തിൽ അദ്ദേഹം ഉപയോഗിച്ച ഭാഷയാണ് തന്റെ നാട്ടിലുള്ള ഒരു ശീല പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഒരു നാട്ടു സംസ്ഥാനം പറഞ്ഞുകൊണ്ട് പറയുമ്പോൾ അത് കൃത്യമായ ഒരു ബോഡി ഷെയ്മിംഗ് ആണ്. ഉയരം കുറവുള്ള ആളുകളെ അപഹസിക്കലും അപമാനിക്കലുമാണെന്ന് വ്യക്തമാണ്. ഇതിൽ അജിക്കാണ്ടതിലടക്കമുള്ള പ്രതിഷേധവുമായി രംഗത്ത് വന്നിട്ട് പ്രതിപക്ഷ നേതാവ് വൈകാതെ വിഷയത്തിൽ പ്രതികരിക്കുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. പ്രതിപക്ഷം പരാമർശങ്ങൾ സഭാരേഖകൾ നീക്കണമെന്നാവശ്യപ്പെട്ട സ്പീക്കർക്ക് കത്ത് നൽകുകയും ചെയ്തു. ഇതിലിപ്പോൾ നമുക്കറിയാമല്ലോ, ഇതിനു ശേഷമടക്കം സ്പീക്കർ സംസാരിച്ചതും നമ്മൾ നൽകിയ സംപ്രേഷണം ചെയ്തതാണ്. അതിൽ സ്പീക്കർ ഒരു ഭാഗത്തും ഇത്തരം പരാമർശത്തെക്കുറിച്ച് ശ്രദ്ധിച്ചതായോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു തിരുത്തലിനോ സ്പീക്കർ ആ ഘട്ടത്തിൽ തയ്യാറായില്ല എന്നതും എടുത്തു പറയേണ്ടതാണല്ലോ. ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് എന്തും പറയാവുന്നൊരു വേദിയൊന്നുമല്ല നിയമസഭ എന്നത്. നിയമസഭയുടെ പ്രോട്ടോകോൾ പ്രകാരം സഭയെ നിയന്ത്രിക്കാൻ പൂർണ്ണമായ അധികാരം ഉള്ളത് സ്പീക്കറിന് തന്നെയാണ്. അംഗങ്ങളുടെ ഭാഗത്ത് നിന്ന് സഭ്യമല്ലാത്ത പ്രതികരണങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൽ ഇടപെടുവാനും തടയാനും മൈക്ക് വേണ്ടി വന്നാൽ ഓഫ് ചെയ്യാനും ഒക്കെ സ്പീക്കർക്ക് സാധിക്കും. പക്ഷേ നമ്മുടെ നിയമസഭയുടെ ഇപ്പോഴത്തെ ഒരു രീതികളും ശാസ്ത്രങ്ങളും ഒക്കെ നമുക്കറിയാമല്ലോ. ആരാണ് സ്പീക്കർ, സ്പീക്കറിന് എത്രത്തോളം രാഷ്ട്രീയ അനുഭവ സമ്പത്തുണ്ട്, അതിനുമൊക്കെ എത്രയോ മുകളിലാണ് മുഖ്യമന്ത്രി. അപ്പോൾ മുഖ്യമന്ത്രി എന്തു പറഞ്ഞാലും അത് കേട്ടില്ല എന്ന് നടിക്കേണ്ട ഒരു സാഹചര്യം സ്പീക്കറിനും ഉണ്ടായി എന്നാണോ ഇപ്പോൾ മനസ്സിലാക്കേണ്ടത്? അരുൺ, അങ്ങനെ കരുതാൻ വയ്യ. കാരണം എല്ലാ അംഗങ്ങളുടെയും മുഴുവൻ പ്രസംഗവും അതിന്റെ ഓരോ വാക്കും പദാനുപദം സ്പീക്കർ ശ്രദ്ധിക്കണമെന്നില്ല. സ്വാഭാവികമായും പ്രസംഗിച്ചു പോകുമ്പോൾ ഒരു സഭയിൽ സംഭവം ഉണ്ടാകുമ്പോൾ അതിൽ പരാതി വരുമ്പോഴാകും സ്പീക്കർ ഇടപെടുക. അല്ലെങ്കിൽ സ്പീക്കർ നേരിട്ടത് കേട്ട് ബോധ്യം വേണം. ഇവിടെ ഒരുപക്ഷെ അദ്ദേഹം ഇത് അഭിലാഷ് സൂചിപ്പിച്ച പോലെ കേട്ടിട്ടും കേൾക്കാതെ ഭാവിച്ചതാകാം, അല്ലെങ്കിൽ അദ്ദേഹം കേട്ട് കാണില്ല. ഇനി പ്രതിപക്ഷം പരാതി നൽകുമ്പോൾ പ്രതിപക്ഷം സഭാരേഖയിൽ നിന്ന് മാറ്റണമെന്ന് ആവശ്യപ്പെടുമ്പോൾ സ്പീക്കർക്ക് അതിൽ ഇടപെടേണ്ടി വരും. തികച്ചും അൺപാർലമെന്ററിയും ഇത്തരത്തിലുള്ള ഒരു അൺപാർലമെന്ററിയായി സഭ കാണുന്ന കാര്യം തന്നെയാണ് ഇത്തരത്തിലുള്ള ബോഡി ഷേമിംഗ് പരാമർശങ്ങൾ. അത് മുഖ്യമന്ത്രി ഭാഗത്തുണ്ടായിരുന്നത് വസ്തുതയാണ്. അത് ആരും അതിനെതിരെ സഭയിൽ പ്രതിഷേധം ഉയർത്തുകയോ ഉന്നയിക്കുകയോ ചെയ്തില്ല. കാരണം അതിനു മുമ്പ് തന്നെ പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ച് പുറത്തു പോയിരുന്നു. ഇപ്പോഴാണ് പ്രതിപക്ഷ സ്പീക്കറുടെ മുന്നിലേക്ക് ഈ വിഷയം വരാൻ പോകുന്നത്. പ്രതിപക്ഷ നേതാവിന്റെ പ്രതിപക്ഷത്തിന്റെ കത്ത് ഇത് സഭാരേഖകളിൽ നിന്ന് നീക്കം ചെയ്യണം, ഈ പരാമർശം ബോഡി ഷേമിംഗ് ആണ്, അപമാനിക്കലാണെന്ന് പറഞ്ഞുകൊണ്ട് പ്രതിപക്ഷം കത്ത് കൊടുക്കുമ്പോഴാകും ഈ വിഷയം സ്പീക്കറുടെ മുന്നിലേക്ക് വരിക. ആ ഘട്ടത്തിൽ അദ്ദേഹം എന്ത് നടപടിയെടുക്കുന്നു എന്നാണ് ഇനി പറയേണ്ടത്. അവിടെയാണ് അഭിലാഷ് സൂചിപ്പിച്ച പോലെ മുഖ്യമന്ത്രി പറഞ്ഞതുകൊണ്ട് അത് ഒഴിവാക്കാൻ തയ്യാറായില്ലെങ്കിൽ തീർച്ചയായിട്ടും അത് സ്പീക്കറുടെ ഭാഗത്തുനിന്ന് ഒരു രീതിയായി വ്യാഖ്യാനിക്കപ്പെടണം. പക്ഷെ ഇപ്പോൾ സ്പീക്കർ ആ വിഷയത്തിലേക്ക് അദ്ദേഹത്തിന്റെ പരിഗണനയോ ശ്രദ്ധയോ പോയിട്ടില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാം. റൈറ്റ്. എന്തായാലും നിയമസഭയ്ക്കകത്തല്ല പുറത്താണ് എങ്കിൽ പോലും ഒരു മുഖ്യമന്ത്രി ഇത്തരത്തിൽ സംസാരിക്കുന്നത് പൊക്കക്കുറവുള്ളവരോടുള്ള മുഖ്യമന്ത്രിയുടെ മനോനില ഇതാണ് എങ്കിൽ അത് തിരുത്തുക തന്നെയാണ് വേണ്ടത്. ഏത് ഇടത്താണ് എങ്കിൽ പോലും മുഖ്യമന്ത്രിക്ക് പറയാൻ പറ്റുന്ന ഭാഷയോ പ്രയോഗമോ അത് നാട്ടുശൈലിയുടെ കൂട്ടുപിടിച്ചുകൊണ്ടാണ് എങ്കിൽ പോലും അത് അധിക്ഷേപിക്കൽ തന്നെയാണ്. ഈ കാലഘട്ടത്തിൽ എങ്കിലും അത് തിരുത്തുക എന്നത് തന്നെയാണ് മുഖ്യമന്ത്രി ചെയ്യേണ്ടത്. എന്തായിരുന്നു മുഖ്യമന്ത്രിയുടെ ആ പരാമർശമെന്ന് ഒരിക്കൽ കൂടി. എന്റെ നാട്ടിലൊരു വർത്തമാനമുണ്ട്, 8 മുക്കാൽ അട്ടി വെച്ച പോലെയെന്ന്. അത്രയും ഉയരം മാത്രമുള്ള ഒരാളാണ് ഇവിടെ വലിയ തോതിൽ പോയിട്ട് ആക്രമിക്കാൻ പുറപ്പെടുന്നത്. സ്വന്തം ശരീരശേഷി കൊണ്ടല്ലത്. സ്വന്തം ശരീരശേഷി അതിനൊന്നും പറ്റുന്നതല്ല എന്ന് കാണുമ്പോൾ എല്ലാവർക്കും അറിയാം. പക്ഷേ നിയമസഭയുടെ പരിരക്ഷ വെച്ചുകൊണ്ട് വാച്ചാൻ വാർഡിനെ ആക്രമിക്കാൻ പോവുകയാണ്. അതും വനിതാ വാച്ചാൻ വാർഡിനെ അടക്കം ആക്രമിക്കാൻ തയ്യാറാകുന്ന നില സ്വീകരിക്കുകയാണ്. സർ, ഇതെല്ലാം അപമാനകരമല്ലേ? പ്രതിപക്ഷ നിരയിലെ ഒരു അംഗത്തിന്റെ പൊക്കക്കുറവിനെ കുറിച്ച് മുഖ്യമന്ത്രി സംസാരിച്ചപ്പോൾ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്ന ഭരണപക്ഷത്തെയും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നിയമസഭയിൽ നിന്ന് അങ്ങേയറ്റം ലജ്ജാകരം തന്നെയാണ് അത്. ഏതൊരു പൊക്കക്കുറവുള്ള വ്യക്തിയെയും ഇത്തരത്തിൽ ആക്ഷേപിക്കുന്നത് എന്ന് ആവർത്തിച്ച് പറയേണ്ടി വരുന്നു.